ഇത് മാക്രി ഗോപാലൻ. ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ. തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറിയെന്നാണ് ഗോപാലന്റെ ന്യായം. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മേഴുകത്തേ ഉള്ളൂ. സാറേ, മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അത്രേ മതി. എടാ സ്റ്റുഡിയോവേ, എന്റെ സംഭാഷണം എടുത്തില്ലെങ്കിലല്ല നിന്റെ സ്റ്റുഡിയോ. പറഞ്ഞോളൂ. നമ്മ സിനിമയിലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാര്യം കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോണത്. പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. വടിവാൾ വസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്ന് കിടക്കുകയും ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായിട്ട് തട്ടും. അര തളർന്ന കേരളത്തിലെ ആദ്യത്തിന്. അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട്. മുതലാളി വേണ്ട, മല്ലയെ വിളിച്ച മതി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കിക്കുത്ത് അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല, മുണ്ടിന്റെ മൂട് കീറിയിരിക്കുക. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ. ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരിട്ടു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോട് എന്നാ പേർന്ന്. എന്റെ മല്ലയ്യ, കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ ഇത്? എന്ത് കാണിക്കുന്നേ? അയ്യേ, എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നാ? ഇല്ലെങ്കിൽ നീ നിനക്ക് സീത പേരുണ്ടാക്കും. വാല് പുറത്തിനോട് കൂട്ടാൻ പറ്റില്ല. നീ എഴുന്നേറ്റ് നടന്നാൽ എനിക്കറിയും. അവൻ ആരെഴുന്നേറ്റ് നടക്കാൻ പോന്നു? കാലിങ്ങനെ അനക്കല്ലേ ശബ്ദം കേൾക്കും. നീ നടക്കുന്ന ശബ്ദവും കാലണക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും. എഴുന്നേറ്റ് നടന്നാൽ ഞാൻ മകനെ കൊള്ളും, ഞാൻ കൊള്ളും. കർണാടക നിറ താഴെ താക്കോലിട്ട് ഇറങ്ങിക്കാം. എന്ത് കണ്ടാലും പൂട്ടാൻ. മല്ലയ്യ, എവിടെ വിളിക്കുന്നു? കള്ള കുടുക. മുരുകൻ, മുരുകൻ മുരുകനല്ല, ശ്രീകൃഷ്ണ. സോറി. എന്താ സോറി? ഒന്ന് നിന്നേ. ആളല്പം ഡീസന്റ് ആണെന്നാ വിചാരിച്ചേ. നേരെ കാണുമ്പോ കുറ്റം പറിച്ചാലും ജാടിയും. രാത്രിയായ ഇതാ പണിയല്ലേ? അത് മുരുകനാണെന്ന് വിചാരിച്ചു. പിന്നെ മുരുകൻ എന്റെ പദപ്പിന് താഴെയല്ലേ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട.
കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സംഭവം അച്ഛനോടും ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അബദ്ധം പറ്റിയതാണ്. അപ്പൊ തന്നെ സോറി പറഞ്ഞു. പിന്നെയും സോറി. ഇപ്പൊ ഇങ്ങോട്ടാ? ടൗൺ വരെ. ഇതിന് മൃഗാശുപത്രിയിലൊന്ന് കാണിക്കണം. ഞാനും ഉണ്ട്. ആട് പശുവൊന്നും ഇതിൽ കേറാൻ പറ്റില്ല. അത് ശരി. പാതിരാത്രി പെണ്ണുങ്ങളുടെ മുറി കയറാം. ഇതിലേതാ ന്യായം? ഇവിടെ എല്ലാരോടും ഒന്ന് ചോദിക്കട്ടെ. കേറിക്കോ. ഗോപാല, എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലും വണ്ടിയൊക്കെയാ. ഡ്രൈവർ കൊള്ളാല്ല. ഇതെങ്ങനെ സാധിച്ചു? ചില മുഖംമൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. മോത്തമുടി ഒന്നും അഴിഞ്ഞു വീണ്ടില്ല. അത് അവർ തന്നെ ഉണ്ട്. മോത്തമുടി അഴിഞ്ഞു വീണ് ഷേവ് ചെയ്യണം. ആ ചായക്കടയുടെ മുന്നിൽ നിന്ന് നിർത്തിയ പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. ഇന്നൊന്ന് സൈൻ ചെയ്യണം ഇവിടെ. കുറച്ചു നാളായി കാശ് തരാന്നും പറഞ്ഞ് പറ്റിക്കുന്നു. മര്യാദയ്ക്ക് കാശെടുക്ക്. അടുത്ത മാസം തരാൻ മോളെ. പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലിക ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ വന്നേക്കാം. നിന്റെ പേരിലൊരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നോളൊക്കെ തോളയിട്ടിരുന്ന് നിന്റെ അപ്പം കൊണ്ടുകൊണ്ടോ തോള. നീ എന്ത് കാണിച്ചാണ് ചായ എടുക്കണ? നിനക്കൊന്ന് ചിരിച്ചടിച്ചാ ആരാന്നറിയാമോ? പന്നി. അതെ, മല്ലയെ കാണിച്ചിരുന്ന് നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനി. ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? ഞാനത് മുതലാളി പറഞ്ഞോളാം. നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മക്കുറിച്ച് നീ പാവങ്ങളെ തല്ലുവല്ലടാ. എന്നെ എത്ര വേണമെങ്കിൽ അമ്മ കുറിച്ചോ. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായില്ലേ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ എന്നോട് സ്നേഹമാണെന്നൊന്നും ഗോപാല, ചാണാൻ വരുന്ന കൈ കൊണ്ട് അടിമേടിക്കല്ലേ. എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈ കൊണ്ട് ഞാൻ സ്വർണം വായിരിക്കും. രണ്ടും കൂടി കിന്നാരം പറഞ്ഞു നിൽക്കാണ്ട് ആ പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക്. ഞാനിവിടെ പശുവിന്റെ ഉച്ചിഷ്ടമേറ്റം വാരിക്കൊണ്ടിരിക്കുക. 3 നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമയക്കുള്ളൂ. ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോല് മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കട്ട് വിറ്റതെങ്ങാൻ ഇവളെ അറിഞ്ഞ. അതെ, ആ വീട് പണി ഒന്ന് വേഗം തീർക്കാൻ പറയണം. അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം. എന്താ ദിടീരങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളുടെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യായിരിക്കാം. ആറ് മുറുകനോ? അവൻ നിന്നെ എന്ത് സെല്ലേ ചെയ്തു? എന്നെ അല്ല, മീനാക്ഷിയെ. അത് വല്ല തമാശക്കാക്കി പറഞ്ഞതാ. കളിയും തമാശ ഒന്നും അവളുടെ അടുത്ത് വേണ്ട. എനിക്കോ ചീത്തപ്പേരായി, ഇനി അവൾക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? നിന്റെ ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് കളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി നന്തല്ല. കളിയാക്കണ്ട. മല്ലയ്ക്ക് നല്ല ചീത്തപ്പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ പാടി ഇറങ്ങിയിട്ടുണ്ട്. സീടെ ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെൺപിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരാ. വെളുപ്പിനൊരു 3 മണിക്ക് ചെന്നുള്ളൂ, കുഴപ്പമുണ്ടാക്കൂല. എന്റെ അനുഭവത്തിനാ ഞാൻ പറയണത്. കുട്ടിയുടെ കാര്യത്തിലല്ല, നമ്മുടെ ഭർത്താവ് ഉപയോഗിച്ചു പോയി കാർത്തികാനില്ലേ, ഇരിങ്ങാലക്കുട ജംഗ്ഷനിൽ പാലുറ്റി നടന്ന എന്നെ കെട്ടിയിട്ട് നാട്ടുകാർ എല്ലാം പോയപ്പോ ജെറ്റി തോടിയില്ലേ ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞ് എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അന്ന് ഞാൻ വന്നത് ശരിക്ക് നിന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇത് അടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്ത ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടിയെടുക്കാം. മേടിക്കും. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന്.
നിനക്ക് നാച്ചിക്കാകിൽവാ? ഓ മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. എടാ അത് ഞാനവിടെ സുമ്നെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ. ഇത് നിജവാകിലോ ഷേവിംഗ് ക്രീമോ? അയ്യേ എന്ത് പണി കാണിച്ചേ. ഇത് എവിടെ സെന്റ് സെന്റാ? ഇത് ഏക്കറാണ്. ഇന്ന് കുളിച്ചില്ലേ? ഒന്നടിച്ചേ. എടബാദൂരി ഇത് ബോധം കെടുത്തണ മരുന്നാണ്. ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല. കൊച്ചു കെള്ളി ഉച്ചമയക്കത്തിലാണല്ലേ, ഞാൻ മയക്കിത്തരാം. അയ്യോ ബോധം കെടും, ബോധം കെട്. ഇതടിച്ച ബോധം കെടും. ബോധം